അമ്മേ ശരണം ദേവി ശരണം. അപ്പോൾ കൊടുങ്ങല്ലൂർ കാവിൽ വീണ്ടും ഒരു വിശേഷപ്പെട്ട ദിവസം വന്നെത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അശ്വതി നാളിൽ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി നടയടച്ചിട്ടുണ്ടായിരുന്നു. ദാരികരമായിട്ടുള്ള യുദ്ധത്തിൽ അമ്മയ്ക്ക് മുറിവുകളേറ്റു എന്നുള്ള ഒരു സങ്കല്പം, അതിനുള്ള ചികിത്സ എന്നുള്ള രീതിയിൽ അശ്വതി നാളിൽ തന്നെ തൃച്ചന്തൻ ചാർത്ത് പൂജ നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അശ്വതി കാവ് തീണ്ടൽ നടന്നു. അതിനുശേഷം ഭരണി നാളിൽ പുലർച്ചെ അമ്മയ്ക്കുള്ള ഔഷധം എന്നുള്ള രീതിയിൽ വരിയരിപ്പായസം നേദ്യം. അതിനുശേഷം ഇപ്പോൾ 6 വ്യത്യസ്ത യാമങ്ങളിലായിട്ട് അമ്മയ്ക്ക് പൂജകൾ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ കാർത്തിക നാളില് കാർത്തിക പുണ്യാഹം, അമ്മയുടെ വട്ടക്കുളം ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ മീനമാസത്തിലത്തെ തിരുവോണം നാളിൽ കോഴിക്കല്ലുകൾ മൂടിയതിനു ശേഷം കാർത്തിക നാളിലാണ് കോഴിക്കല്ലുകൾ പുനഃസ്ഥാപിച്ചത്. കുംഭഭരണി നാളിൽ ചെറുഭരണി കൊടിയേറ്റം എന്നുള്ള രീതിയിൽ ഭരണി മഹോത്സവത്തിന് തുടക്കം കുറിച്ചതിന് ശേഷം ഇവിടെ ഗുരുതി പൂജ നടക്കാറില്ല. അപ്പോൾ ആ നിർത്തിവെച്ച ഗുരുതി അത് ആരംഭിക്കുന്നു, നട തുറക്കുന്നു. ചികിത്സകൾക്ക് ശേഷം അമ്മ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് ഭക്തർക്ക് ദർശനം നൽകുന്നു. ഇങ്ങനെയുള്ള പല പ്രത്യേകതകളും ഈ ഒരു നടതുറപ്പിന്റെ അന്ന് ഉണ്ട്. അപ്പോൾ ആ നടതുറപ്പ് മഹോത്സവം എന്ന് പറയുന്നത് വരുന്ന ഏപ്രിൽ 7 തിങ്കളാഴ്ച പുലർച്ചെ 4 മണിക്കാണ് നട തുറക്കുന്നത്. അപ്പോൾ ഏപ്രിൽ 7 നടതുറപ്പിന് എല്ലാവരും അമ്മയുടെ ദർശനം നേടുവാൻ ശ്രമിക്കുക. വളരെ മഹത്തായ ഒരു ദർശനം, അല്ലെങ്കിൽ വളരെ ഗുണഫലങ്ങൾ തരുന്ന ഒരു ദർശനം തന്നെയായിരിക്കും അന്നത്തേത്.